ഈ പറയുന്ന 2011 മന്ത്രിസഭയിൽ അത്ഭുതകരമായി VS ശിവകുമാർ മന്ത്രിയാവുന്നത്. VD സതീശൻ മന്ത്രിയാവുന്ന പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി മന്ത്രിയാവാം, പക്ഷേ പെരുന്നയിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാ. കാരണം വെച്ചാൽ NSSന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് ശിവകുമാറാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു നായർക്ക് അടുത്ത സാധ്യത കുറയുകയാണ്. സതീശൻ വെട്ടിപ്പോവാണ്, പേര് വെട്ടിപ്പോവാണ്. പെരുന്നയിലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ ചെറുതാക്കി നമുക്ക് കാണാൻ കഴിയൂ. ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോഴല്ലേ അല്ലേ മുന്നോക്ക ക്ഷേമ വകുപ്പിലെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്നത്? ക്യാബിനറ്റ് പദവി കൊടുക്കുന്നുണ്ട്. അപ്പം അതും മുന്നോക്ക ക്ഷേമ വകുപ്പിൽ കൊടുക്കുകയാണ്. അതൊക്കെ ഈ രാഷ്ട്രീയ നീക്കങ്ങളാണ്, കരുനീക്കങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡി ഗുഗേഷും ഡിംഗ്ലറിനും ഒക്കെ ഇവരുടെ മുന്നിൽ തോറ്റുപോകത്തേ ഉള്ളൂ. രാഷ്ട്രീയ ചതുരംഗം കളിക്കാൻ ഇറങ്ങിയാൽ നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല. മാരാമൺ കൺവെൻഷനിലെ ഒരു വാർത്ത വരുമ്പോൾ പെരുന്നയിൽ നിന്നൊരു വാർത്ത വരുന്നു, കണിച്ചിക്കുളങ്ങരയിൽ നിന്നൊരു വാർത്ത വരുന്നു, അത് രമേശ് ചെന്നിത്തലയുടെ പേരിലേക്ക് നമ്മളടക്കമുള്ളവർ ചർച്ച ചെയ്യുന്നു. വളരെ പെട്ടെന്ന് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൗതുകമുള്ള കാഴ്ചകളാണ്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 2026 വരെ നമുക്കിനി വാർത്തയ്ക്ക് പഞ്ഞമുണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഫലം എന്നാണ് ഞാൻ കരുതുന്നത്.